Question number 3 of 27 January 2024 shift 2. Okay. മക്കളെ ഈ ചോദ്യം നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. എന്താണ്? Let the image of point 1,0,7 in the line. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ഇമേജ് ഓഫ് പോയിന്റ് 1,0,7 in the line x by 1 is equal to y minus 1 divided by 2 is equal to z minus 2 divided by 3 be the point alpha, beta, gamma. Then which of the following point lies on the line passing through alpha, beta, gamma and making angles 2 pi by 3 and 3 pi by 4 with y-axis and z-axis respectively. Okay, y-axis and z-axis respectively. Okay, then and an acute angle with the x-axis. Okay, അല്ലേ? അപ്പോൾ ഇവിടെ y-axis അതേപോലെ തന്നെ z-axis ആയിട്ട് തരുന്ന ഉണ്ടാക്കുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞാണ് acute angle with x-axis. Okay, x-axis ആയിട്ട് ഒരു acute angle ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യനിലെ ഹിന്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി ഫ്രം എന്താണ് 3 dimensional geometry എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ്. വേറൊരു ചാപ്റ്ററും ഇവിടെ എന്തല്ല മിക്സ്ഡ് അല്ല, വെറും 3D geometry എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് ഈ ചോദ്യത്തിൽ ചെയ്യേണ്ടതെന്നുള്ള റൂട്ട് മാപ്പ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ റൂട്ട് മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഓരോ സ്ഥാനം നമുക്ക് ടിക്ക് ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യന്റെ അവസാനം നോക്കാം. ഓക്കെ, എന്താ പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈസ് ഓൺ ദ ലൈൻ പാസിംഗ് ത്രൂ ആൽഫ, ബീറ്റ, ഗാമ ആൻഡ് ദിസ്. ഓക്കെ, അഥവാ ഏതോ ഒരു പർട്ടിക്കുലർ ലൈൻ. ഓക്കെ, ആ ലൈനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ആൽഫ, ബീറ്റ, ഗാമയിലൂടെ പാസ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ആൻഡ് അത് മേക്കിംഗ് ആൻ ആംഗിൾ വിത്ത് ദിസ് വിത്ത് വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ്. ഓക്കെ, അപ്പൊ ആ ലൈനിൽ ഈ ലൈനിലെ ഒരു പോയിന്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലെ? ദിസ് പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലൈനിലെ പോയിന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നമ്മളെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കലാണ്. ഓക്കെ അല്ലെ? ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ അൾട്ടിമേറ്റ് ടാസ്ക്. ഓക്കെ, ഇക്വേഷൻ ഓഫ് ലൈൻ എന്താണ്? പാസിംഗ് ത്രൂ ആൽഫ, ബീറ്റ, ഗാമ ആൻഡ് മേക്കിംഗ് ആൻ ആംഗിൾ സച്ച് ആൻഡ് സച്ച് വിത്ത് ദിസ് വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഓഫ് ലൈൻ ഉണ്ടാക്കാനാണ്. അപ്പൊ ഇക്വേഷൻ ഓഫ് ലൈൻ ഉണ്ടാക്കാൻ വാട്ട് ഇസ് ദാറ്റ്? ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ആൽഫ, ബീറ്റ, ഗാമയാണ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ആൽഫ, ബീറ്റ, ഗാമ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലെ? അപ്പൊ ഇക്വേഷൻ ഓഫ് ലൈൻ ഉണ്ടാക്കണമെങ്കിൽ ആൽഫ, ബീറ്റ, ഗാമ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പൊ എന്താണ് ആൽഫ, ബീറ്റ, ഗാമ? ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറഞ്ഞാൽ 1,0,7 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിന്റെ ഓക്കെ എന്താണ് മക്കളെ? ഇമേജ് ആണ്. മനസ്സിലായല്ലേ? 1,0,7 എന്ന് പറഞ്ഞ ഈ പോയിന്റിന്റെ ഇമേജ് ആണ് അബൌട്ട് ദിസ് ലൈൻ. ഓക്കെ അല്ലെ? ഈ ലൈനിന് തൽക്കാലം ഞാൻ L1 എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഓക്കെ അല്ലെ? അപ്പൊ L1 എന്ന് പറഞ്ഞ ലൈനിന്റെ ഇമേജ് ആണ്. ഓക്കെ അല്ലെ? L1 എന്ന് പറഞ്ഞ ലൈനിന് പോയിന്റ് അബൌട്ട് ആയിട്ടുള്ള ഇമേജ് ആണ് എന്ത്? ആൽഫ, ബീറ്റ, ഗാമ. ഓക്കെ, അപ്പൊ ഈ ആൽഫ, ബീറ്റ, ഗാമ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് അറിയണം മക്കളെ? ഈ പറഞ്ഞ പർട്ടിക്കുലർ പോയിന്റ് അഥവാ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ നമ്മൾ എന്താണെന്ന് അറിയണം. ഓക്കെ അല്ലെ? ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പൊ ഇനി ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ നമ്മൾ എന്താക്കണം? അതിന് മുമ്പ് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലെ? ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. ഓക്കെ, ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ നമ്മൾ അതിന് മുമ്പ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ലൈനിലെ ജനറൽ പോയിന്റ് എഴുതണം, അല്ലെങ്കിൽ ആ സംഭവം നമ്മൾ എന്താക്കണം? ആദ്യം എഴുതണം. ഓക്കെ അല്ലേ? നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാം, മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പർട്ടിക്കുലർ ലൈനിന്റെ ജനറൽ പോയിന്റ് എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ജനറൽ പോയിന്റ്? നമ്മുടെ ലൈൻ എന്ന് പറഞ്ഞാൽ x by 1 is equal to y minus 1 by 2 is equal to z minus 2 divided by 3 is equal to lambda എന്ന് കൊടുത്തു വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ x by 1 എന്ന് പറയുമ്പോൾ എന്താണ്? ലാംഡയാണ് അല്ലെ? അപ്പോൾ x is equal to ലാംഡ എന്ന് കിട്ടി. സിമിലർലി y minus 1 divided by 2 is equal to ലാംഡ അല്ലെ? നമ്മളത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ y is equal to 2 ലാംഡ പ്ലസ് 1 എന്നും അതേപോലെ തന്നെ സിമിലർലി z is equal to 3 ലാംഡ പ്ലസ് 2 എന്നും കിട്ടി. ഓക്കെ, ഇതാണ് ഈ ലൈനിന്റെ ഈ പർട്ടിക്കുലർ ലൈനിന്റെ ജനറൽ പോയിന്റ്. ഓക്കെ, ഞാൻ എന്താക്കുന്നു? ഇത് ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ മക്കളെ, നോക്കൂ. ഓക്കെ, ലിസൺ, ഇതാണ് നമ്മുടെ ലൈൻ L1. ഓക്കെ, അപ്പൊ ഇതിലെ ജനറൽ പോയിന്റ് എന്താ? ജനറൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ അഥവാ ലൈനിലെ ഏത് പോയിന്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റിന്റെ എക്സ്പ്രഷൻ ആണത്. ഓക്കെ അല്ലെ? അപ്പൊ ഇതായത് ഇപ്പൊ ശ്രദ്ധിക്കുക, ലാംഡക്ക് ഓരോ വാല്യൂസ് ഞാൻ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലെ? ലിസൺ, ലാംഡക്ക് ഓരോ വാല്യൂസ് കൊടുക്കും. അപ്പൊ നമ്മൾ ജനറൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ലാംഡ അല്ലെ, കോമ 2 ലാംഡ പ്ലസ് 1 അല്ലെ, പിന്നെ 3 ലാംഡ പ്ലസ് 2. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് ലാംഡക്ക് ഓരോ വാല്യൂസ് കൊടുത്താൽ ഇവിടുത്തെ ഓരോ പോയിന്റ്സ് കിട്ടും എന്നാണ് ഇതിന്റെ ഒരു മീനിങ്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദിസ് വൺ ആണ് അല്ലെ? ദിസ് വൺ എന്ന് പറയുമ്പോൾ അതായത് ഇതിന് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ അല്ലെ? ഏതാ?
1,0,7 ഓക്കെ 1,0,7 എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ലൈനിലടാ അത് അവിടുന്ന് ഒരു പോയിന്റിലടാ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈനിൽ മുട്ടുന്ന പോയിന്റ് അതാണ് നമുക്ക് എന്താക്കുന്നത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡ വാല്യൂ നമ്മൾ ആദ്യം എന്താക്കണം കണ്ടുപിടിക്കണം. ഓക്കെ, വൺസ് ആ ലാംഡ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് കിട്ടും. ഓക്കെ അല്ലേ, കാരണം ദിസ് ഈസ് റെപ്രസെന്റിങ് എവറി പോയിന്റ് ഇൻ ദ ലൈൻ. അപ്പോൾ ഇതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള എന്ത് കിട്ടണം, നമുക്ക് ലാംഡ വാല്യൂ കിട്ടേണ്ടതാണ് നമ്മൾ ആദ്യത്തെ ടാസ്ക്. ഓക്കെ അല്ലേ, അപ്പോൾ വൺസ് അത് കിട്ടി കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഇമേജ് ദെൻ എക്സെട്ര എക്സെട്ര എക്സെട്ര. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ലാംഡ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആ ലാംഡ കണ്ടുപിടിക്കാൻ വി ഹാവ് എ ജോമെട്രിക്കൽ കണ്ടീഷൻ അല്ലേ. എന്താണ്, നിങ്ങൾ നോക്കൂ, ഇവർ തമ്മിൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്, എൽ ആണ് അല്ലേ, 90 ഡിഗ്രി ആണ്. നമുക്ക് രണ്ട് ലൈൻസ് അല്ലെ, ഇതൊരു ലൈൻ തന്നെയാണ്, ലൈൻ്റെ ഒരു കഷ്ണമാണ് ലൈൻ സെഗ്മെന്റ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രണ്ട് ലൈൻസ് തമ്മിൽ ആംഗിൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ആ കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി എന്ന് പറയുമ്പോൾ A1 A2 പ്ലസ് B1 B2 ഓക്കെ പ്ലസ് C1 C2 ഈസ് ഈക്വൽ ടു എന്താ 0. ഇതാണ് കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി അല്ല. ഇവിടെ A1 അതേപോലെ തന്നെ B1 അതേപോലെ തന്നെ C1 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, ആ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മളെ 1,2,3 ഓക്കെ അല്ലെ, 1,2,3. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് A2 B2 C2. ഓക്കെ, വാട്ട് ഈസ് A2 B2 C2? A2 B2 C2 എന്ന് പറഞ്ഞാൽ ദിസ് പർട്ടിക്കുലർ സംഭവത്തിന്റെ ഡയറക്ഷൻ റേഷ്യോസ്. അത് നമുക്ക് ഇങ്ങനെ കിട്ടുക, രണ്ട് പോയിന്റ്സ്, ഒരു ലൈനിൽ രണ്ട് പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ ഹൗ വിൽ വി ഫൈൻഡ് ഔട്ട് ഡയറക്ഷൻ റേഷ്യോസ്? ഒന്നുമില്ല, അവർ നമ്മൾ എന്താക്കിയത് നമ്മൾ ഡിഫറൻസുകൾ എടുത്താൽ മതി. ഓക്കെ, സോ ലാംഡ -1 ഓക്കെ, അതേപോലെ തന്നെ 2 ലാംഡ + 1 - 0 അല്ലെ, അപ്പൊ 2 ലാംഡ + 1 പിന്നെ 3 ലാംഡ + 2 - 7 എന്ന് പറയുമ്പോൾ 3 ലാംഡ -5 എന്ന് വരും. ഓക്കെ അല്ലെ, 3 ലാംഡ + 2 - 7 എന്ന് പറയുമ്പോൾ 3 ലാംഡ -5 എന്ന് വരും. ഓക്കെ, കറക്റ്റ് അല്ലേ? യെസ്, അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏതാ, A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 ഈസ് ഈക്വൽ ടു 0 അല്ലെ എന്ന് പറയുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും പറയും, 1 × ലാംഡ -1 അല്ലെ എന്ന് പറയുമ്പോൾ ലാംഡ -1 അല്ലെ, 2 × 2 ലാംഡ + 3 അല്ലെ എന്ന് പറയുമ്പോൾ 4 ലാംഡ + 2 ഓക്കെ, 3 × 3 ലാംഡ -5 എന്ന് പറയുമ്പോൾ 9 ലാംഡ -15 അല്ലെ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. ഓക്കെ അല്ലെ. സോ ഗൈസ് നിങ്ങൾ നോക്കൂ, 10 ലാംഡ 14 ലാംഡ അല്ലെ, 14 ലാംഡ -14 ഓക്കെ അല്ലെ ഈസ് ഈക്വൽ ടു വാട്ട് 0. ഇവിടെ നിന്ന് ലാംഡ ഈസ് ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ അല്ലെ. അപ്പോൾ വൺസ് ലാംഡ ഈസ് ഈക്വൽ ടു 1 കിട്ടിക്കഴിഞ്ഞാൽ ആ ലാംഡയുടെ വാല്യൂ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദിസ് പർട്ടിക്കുലർ പോയിന്റ് അല്ലെ. വാട്ട് ഇസ് ദാറ്റ്, 1 അല്ലെ. പിന്നെ എന്താണ്, 2 ലാംഡ + 3 നമ്മൾ 3 ആണ്, 3 ലാംഡ + 2 അത് 5 എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആൽഫ ബീറ്റ ഗാമയാണ് അല്ലെ. ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുമ്പോൾ ഈ പർട്ടിക്കുലർ പോയിന്റിന്റെ ഇമേജ് ആണ് അല്ലെ, ശരിയല്ലേ? സോ നമുക്കറിയാം മക്കളെ, ശ്രദ്ധിക്കുക, അതായത് ഈ പോയിന്റിന്റെയും അതിന്റെ ഇമേജിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും എന്താ, ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ വെച്ച് നമുക്ക് എന്താക്കാം, ആൽഫ ബീറ്റ ഗാമ കണ്ടുപിടിക്കാം അല്ലെ. അഥവാ നിങ്ങൾ നോക്കൂ, അതായത് 1 + ആൽഫ / 2 ആണ് എന്ത് 1 എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലെ, ദാറ്റ് മീൻസ് നമുക്ക് ഇവിടുന്ന് ആൽഫ ഈസ് ഈക്വൽ ടു 1 അല്ലെ. ഇനി മക്കളെ ശ്രദ്ധിക്കുക, 1 അല്ലെ, 0 + ബീറ്റ / 2 ആണ് എന്താ 3 എന്ന് പറഞ്ഞാൽ അവിടുന്ന് ബീറ്റ ഈസ് ഈക്വൽ ടു എന്താ 6 എന്ന് പറയാം. ഓക്കെ, റെഡി. ഇനി അടുത്തത് ലിസൺ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് മക്കളെ എന്താണ്, 7 + ഗാമ / 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് 5 ആണ്. അപ്പൊ അവിടുന്ന് ഗാമ ഈസ് ഈക്വൽ ടു നമുക്ക് 3 എന്ന് പറയാം. ഓക്കെ, സോ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞ സാധനം നമുക്ക് എന്തായി കിട്ടി. ഓക്കെ അല്ലെ. സോ അതെന്താ കിട്ടിയിരിക്കുന്നത്, ആൽഫ ബീറ്റ. അപ്പൊ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,3 എന്ന് കിട്ടി. ഓക്കെ അല്ലെ, 3,6,3 അല്ല, 1, ആൽഫ ഈസ് ഈക്വൽ ടു മക്കളെ. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞാൽ 1,6,3 എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ, 1,6,3 അല്ലെ. ദാറ്റ് ഈസ് ദിസ് പർട്ടിക്കുലർ പോയിന്റ് ഈസ് നത്തിങ് ബട്ട് 1,6,3. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി നമുക്ക് അടുത്ത വേണ്ട എന്താണ്, ഈ പറഞ്ഞ 1,6,3 പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടാക്കണം. ഓക്കെ അല്ലെ. അപ്പോൾ നമുക്കറിയാം അല്ലെ, ഒരു ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, x - x1 ഓക്കെ, വാട്ട് ഇസ് ദാറ്റ്, a അല്ലെങ്കിൽ a അല്ലെങ്കിൽ എന്താണ് l. അപ്പോൾ ABC ആണെങ്കിൽ അത് ഡയറക്ഷൻ റേഷ്യോ ആണ് സൂചിപ്പിക്കുന്നത്, LMN ആണെങ്കിൽ ഡയറക്ഷൻ കോസൈൻസ്. ഓക്കെ, ഇനി y - y1 ഓക്കെ അല്ലെ, y - y1 / m
ഈസ് ഇക്വൽ ടു z മൈനസ് z1 ഡിവൈഡ് ബൈ n അല്ലെ. ഇതാണ് നമ്മുടെ എന്താ ഇക്വേഷൻ ഓഫ് ലൈൻ അല്ലെ. അപ്പോൾ ഇവിടെ x1 y1 z1 എന്ന് പറയുമ്പോൾ എന്താണ് ആ ലൈനിലെ ഒരു പോയിന്റ് ആണ്. നമുക്ക് ഇവിടെ എന്താ തന്നിട്ടുണ്ട്, ആൽഫ, അതേപോലെ തന്നെ ബീറ്റ, അതേപോലെ എന്താ മക്കളെ ഗാമ തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞ സാധനം നമുക്ക് എന്താക്കാം, എഴുതാം അല്ലെ. എക്സ് മൈനസ് അല്ലെ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, what is ആൽഫ? ആൽഫ എന്ന് പറയുമ്പോൾ 1 അല്ലെ. അപ്പോൾ എക്സ് മൈനസ് 1 ഓക്കെ ഡിവൈഡ് ബൈ അതെന്താണ് നമുക്കറിയില്ല. ഓക്കെ, അടുത്തത് y മൈനസ് 6 ഡിവൈഡ് ബൈ എന്താണെന്ന് അറിയില്ല. അതേപോലെ തന്നെ z മൈനസ് 3 ആ ഡിവൈഡ് ബൈ എന്താണെന്ന് അറിയില്ല അല്ലെ. അപ്പോൾ അവിടെ താഴെ LMN അഥവാ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ആവാം, അല്ലെങ്കിൽ ഡയറക്ഷൻ കൊസൈൻ ആവാം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തോ തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ് നമുക്ക് നോക്കാം. ലിസൺ, ശ്രദ്ധിക്കൂ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ലൈന് എക്സ് ആക്സിസും ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് തന്നിട്ടില്ല, പക്ഷേ y ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്, y ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 2π/3 ആണ് അല്ലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ L അല്ലെങ്കിൽ y ആക്സുമായിട്ട് ആംഗിൾ 2π/3 ആണെങ്കിൽ m is equal to നമുക്ക് എന്ത് പറയാൻ പറഞ്ഞാട്ട് cos 2π/3 എന്ന് പറയും. ഓക്കെ അല്ലെ, cos 2π/3 അല്ലെ. കാരണം y ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ ആണെങ്കിൽ m എന്ന് പറയുമ്പോൾ cos ബീറ്റ ആണ്. then what is cos 2π/3? മക്കളെ എന്താണ് cos 2π/3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ. വാട്ട് ഇസ് ദാറ്റ് cos 2π/3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി ഈക്വൽ ടു sin π/3. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് മൈനസ്. ഓക്കെ, ദാറ്റ് ഈസ് സിംപ്ലി എന്താണ് -1/2. ഓക്കെ അല്ലെ, ഇറ്റ് ഈസ് സിംപ്ലി എന്താണ് കുഞ്ഞുങ്ങളെ -1/2. ഓക്കെ, റെഡി. ഇനി അടുത്തത് വാട്ട് ഈസ് n? n എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ട് ഇസ് ദാറ്റ് n എന്ന് പറയുമ്പോൾ cos 3π/4. ഓക്കെ അല്ലെ, cos 3π/4. ഓക്കെ, cos 3π/4 എന്ന് പറയുമ്പോൾ എന്ത് വരും പറഞ്ഞാട്ടെ -1/√2. റെഡി അല്ലേ. ഇനി L കണ്ടുപിടിക്കണം. L നമുക്ക് അറിയില്ല. അപ്പോൾ L എന്ന് പറഞ്ഞ സാധനം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? വി നോ ദ റിലേഷൻ L² പ്ലസ് m² n² ഇസ് ഈക്വൽ ടു 1 അല്ലേ. സോ L² നമുക്കറിയില്ല. ഓക്കെ, m² എന്ന് പറയുമ്പോൾ -1/2 ദ ഹോൾ സ്ക്വയർ, വാട്ട് ഇസ് ദാറ്റ് 1/4. n² എന്ന് പറയുമ്പോൾ -1/√2 ദ ഹോൾ സ്ക്വയർ, വാട്ട് ഇസ് ദാറ്റ് 1/2 ഇസ് ഈക്വൽ ടു 1 അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ L² ഇസ് ഈക്വൽ ടു 1.5 പോയ അര, അരയിൽ കാല് പോയ കാല്. ഓക്കെ അല്ലേ. L² ഇസ് ഈക്വൽ ടു 1/4. ഓക്കെ അല്ലേ. സോ L ഇസ് ഈക്വൽ ടു വാട്ട് +-1/2. ഇതിൽ ഏതാ നമ്മൾ എടുക്കുക? +1/2 ആണല്ല -1/2 ആണോ? നമ്മൾ +1/2 ആണ് എടുക്കുക അല്ലെ. എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ട് എന്താണ്, ഇറ്റ് ഈസ് അക്യൂട്ട് ആംഗിൾ വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ അല്ലെ. എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അക്യൂട്ട് ആണ്. അപ്പോൾ അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ L എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, അഥവാ cos ആൽഫ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, 1/2 ആയിരിക്കും. ഓക്കെ അല്ലെ. സോ നമുക്ക് LMN ഇവിടെ കിട്ടിയ മക്കളെ. എന്താ LMN എന്ന് പറഞ്ഞാൽ 1/2, m എന്ന് പറയുമ്പോൾ എന്താണ് -1/2, n എന്ന് പറയുമ്പോൾ എന്താണ് -1/√2 അല്ലെ. അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ കിട്ടി അല്ലെ. ഇവിടെ എന്താ 1/2 അല്ലെ, പിന്നെ എന്താണ് -1/2, പിന്നെ എന്താണ് -1 ഡിവൈഡ് ബൈ എന്ത് വരും, √2 എന്ന് വരും. ഓക്കെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ലൈനിലെ ഒരു പോയിന്റ് നമ്മൾ ഓപ്ഷൻ എന്താക്കണം, തിരഞ്ഞെടുക്കണം. ഓക്കെ, ഈ ലൈനിലെ ഒരു പോയിന്റ് നമ്മൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ആദ്യത്തെ 2 കോർഡിനേറ്റ്സ് എന്താണ് എളുപ്പമാണ്. മൂന്നാമത്തത് ഇറാഷണൽ ടൈം കൂടി ആകെ മൊത്തം കൊള്ളാക്കിയ സാധനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താക്കുക, നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഈ പറഞ്ഞ ഇതിട്ട് കൊടുക്കുന്നു. ഓക്കെ, അത് എക്സിന് 1ഉം വൈക്ക് -2ഉം കൊടുത്തിട്ടോ ഈക്വൽ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഏതിലേക്ക് ഇട്ട് കൊടുക്കുന്നു, നമ്മുടെ ഇക്വേഷൻ ഓഫ് ലൈനിലേക്ക് അല്ലെ. അപ്പോൾ എക്സിന് 1 കൊടുക്കുന്നു, വൈക്ക് അപ്പം 1/2, വൈക്ക് നമ്മൾ എന്താ മക്കളെ കൊടുക്കുന്നത്, ഓപ്ഷൻ -2 കൊടുക്കുന്നു. ഓക്കെ അല്ലെ, -2 കൊടുക്കുന്നു. സോ -2 -6 ഡിവൈഡ് ബൈ -1/2 അല്ലെ. ഈക്വൽ ആണ്? ഒരിക്കലുമല്ല, കാരണം ഇവൻ എന്താണ് 0 ആണ്. റെഡി അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് പിന്നെ ലൈനിലൊരു പോയിന്റ് ആണെങ്കിൽ എക്സ് വൈ സെഡ് മൂന്നിനും ഈ പറഞ്ഞ ഓപ്ഷനിലെ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെയിം കിട്ടണം. ഓക്കെ, ഇവിടെ 2 തന്നെ ഫെയിലായി. സോ നമുക്ക് ഈ ഓപ്ഷൻ എന്ത് ചെയ്യാം, റിജക്ട് ചെയ്യാം. ഓക്കെ അല്ലെ. സോ ദിസ് ഓപ്ഷൻ ഈസ് വാട്ട്, ദിസ് ഓപ്ഷൻ ഈസ് റിജക്റ്റഡ്. ഓക്കെ, സിമിലർലി നമുക്ക് ഈ ഓപ്ഷനും റിജക്ട് ചെയ്യാമെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ അല്ലെ, കാരണം 1 വരുമ്പോൾ എക്സിന് ടേം 0 ആയിട്ട് പോകും. നമുക്ക് ഇവനെ നോക്കാം. ഓക്കെ, ഇവനെ നോക്കി നോക്കാം. ഓക്കെ, വാട്ട് ഇസ് 3 4 3 -2√2 അല്ലെ. 3 4 3 -2√2. ഓക്കെ, അപ്പം ഞാൻ ആദ്യം എന്താക്കാണ്, 3 ഇട്ട് കൊടുക്കുകയാണ് അല്ലെ. അപ്പോൾ 3 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കമോൺ പറയൂ. വാട്ട് ഇസ് ദാറ്റ് 3 അല്ലെ -1 ഡിവൈഡ് ബൈ 1/2 അല്ലെ. 4 -6 ഡിവൈഡ് ബൈ -1/2 അല്ലെ. പിന്നെ എന്താണ്, നമുക്ക് ഇത് 3 ഈക്വൽ ആണെന്നുള്ളത് നോക്കാനാണേ. ഓക്കെ, വാട്ട് ഇസ് ദാറ്റ് 3 -2√2 അല്ലെ. 3 -2√2
3 minus 2 root 2 minus 3 divided by minus 1 by root 2. Okay. മക്കളെ ഇവിടെ നോക്കൂ 3 minus 1 by 2. Okay, ഇത് നമുക്ക് എല്ലാം സിംപ്ലിഫൈ ചെയ്യാം. സെയിം സാധനമാണ് കിട്ടുക. We will get it as a 4. Okay അല്ലേ, നമുക്ക് 4 കിട്ടും. Okay, റെഡി അല്ലേ? എല്ലാം സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. ഓക്കെ, കാരണം ഇതും 4 കിട്ടും, ഇതും സിംപ്ലിഫൈ ചെയ്താൽ 4 കിട്ടും, ഇതും സിംപ്ലിഫൈ ചെയ്താൽ 4 കിട്ടും അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇവൻ തന്നെയാണ് എന്താ അതിന്റെ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലൈനിലെ പോയിന്റ് ആണോ ചെക്ക് ചെയ്യാൻ, നമ്മൾ ആ പോയിന്റ് എക്സിനും വൈക്കും സെഡിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂന്നും ഒരേ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കുക. ഒരേ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ലൈസ് ഓൺ ദ ലൈൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചെയ്ത പ്രൊസീജിയർ ഒന്നും കൂടി കട്ട് ഷോർട്ട് ചെയ്ത് പറഞ്ഞു. ആദ്യം ജനറൽ പോയിന്റ് എഴുതി, അവിടെ നിന്ന് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കണ്ടുപിടിച്ചു. ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഇമേജ് ആയ ആൽഫ ബീറ്റ ഗാമ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? വൺസ് ആൽഫ ബീറ്റ ഗാമ കിട്ടിയതിന് ശേഷം ആൽഫ ബീറ്റ ഗാമയിലൂടെ പാസ് ചെയ്യുന്ന ഇക്വേഷൻ ഓഫ് ലൈൻ നമുക്ക് എന്താക്കണം? കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എൽ എം എൻ എന്ന് പറഞ്ഞ സാധനം എന്താക്കണം? കണ്ടുപിടിക്കണമായിരുന്നു. അതിൽ എം എന്ന് പറഞ്ഞ സാധനം ഗിവൺ ആണ്, എൽ നമുക്ക് അറിയില്ലായിരുന്നു, അത് കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ ഇക്വേഷൻ ഓഫ് ലൈൻ ഉണ്ടാക്കി എൻ്റെ ഓരോ ഓപ്ഷൻസ് നമ്മൾ എന്താക്കി ചെക്ക് ചെയ്ത് നോക്കി. ദാറ്റ്സ് ഇറ്റ്, ഫിനിഷ്ഡ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിൽ കാണാം.